ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടയോട്ട ഇന്നോവ ക്രെസ്റ്റയാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിന് നല്ല രീതിയിലുള്ള ടൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഫുൾ എൻഡി പോകുമ്പോൾ നല്ല രീതിയിലുള്ള ടൈറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഒരു നോക്കിംഗ് സൗണ്ട്, ഒരു കരയുന്ന സൗണ്ട്, ക്രീ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഞെരുക്കം പോലത്തെ ഒരു സൗണ്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലച്ചിൻ്റെ ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ടൈറ്റാണ്. നമുക്ക് ക്ലച്ച് ചവിട്ടി നോക്കാം. ക്ലച്ച് ചവിട്ടി നോക്കുമ്പോൾ ഇത് ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് ഈ ലാസ്റ്റ് എൻ്റെ എത്തുമ്പോൾ ഒരു എന്നുള്ളൊരു സൗണ്ടും ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടൈറ്റാണ്. ഏറ്റവും ലാസ്റ്റ് എൻ്റെ എത്തുമ്പോഴാണ് നല്ല രീതിയിലുള്ള ടൈറ്റ് വരുന്നത്. ആ ടൈമിൽ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ സൗണ്ട് കേൾക്കുന്നത് ഗിയർ ബോക്സിൻ്റെ അടിയിലെ ഫോർക്കിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് ആ സൗണ്ട് കേൾക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിക്കടിയിൽ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് സ്ലേവ് സിലിണ്ടർ വരുന്നത്. മാസ്റ്റർ സിലിണ്ടറിൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിലോട്ട് പോകുന്ന ക്ലച്ച് ഫോർക്ക് വരുന്നത്. ഈ ഒരു ലിവറാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്ക് നോക്കാം. ക്ലച്ച് ഒന്ന് പതുക്കെ ചവിട്ടിക്കേ. ഫുള്ളി ചവിട്ടിയോ? വിട്ടേ, ചവിട്ടിയേ, വിട്ടേ, ചവിട്ടിയേ, ഒന്നുകൂടെ വിട്ടേ, ഒന്നുകൂടെ ചവിട്ടിക്കേ, ചവിട്ടിക്കേ. അല്ല, ഇങ്ങനെ ചവിട്ടുമ്പോൾ ഒരു ക്രിക്കാന്നുള്ളൊരു സൗണ്ട്, ചില സമയത്ത് നല്ല രീതിയിലുള്ള സൗണ്ട്. ഒന്ന് വിട്ടേ, ചവിട്ടിയേ, ഓക്കെ, വിട്ടോ. അപ്പോൾ ഈ ഒരു ക്രികാന്നുള്ള സൗണ്ട് ഈ ഫോർക്കിൻ്റെ ഭാഗത്തു നിന്ന്, ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗിയർ ബോക്സ് എന്തായാലും നമുക്ക് ഇത് അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് തീർന്നിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ കയറി ചെയ്യുന്നത് ക്ലച്ച് ഫോർക്കിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ്, പ്രഷർ പ്ലേറ്റും കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ ഒരു കംപ്ലയിൻറ്റ് ഇങ്ങനെ വരുന്നത്, ഒരു സൗണ്ടും വരുന്നത്, ക്ലച്ചിന് ടൈറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലച്ച് ടൈറ്റ് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലേവ് സിലിണ്ടർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടറും ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്ലൂയിഡ് ലീക്കായിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലോഡ് ഇവിടെ വന്നേക്കുന്നതുകൊണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചിട്ട് ഇതിൻ്റെ ക്ലച്ചിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ക്ലച്ച് അഴിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഫുള്ള് പൊടി അഴുക്കുമാണ് നിൽക്കുന്നത്. ഏകദേശം റിവിറ്റ് പിടിക്കാറായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ള് റിവിറ്റ് ഏകദേശം പിടിക്കാറായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്ലച്ച് ടൈറ്റും വരുമ്പോഴേ ഇതിൻ്റെ ക്ലച്ച് മാറേണ്ട അവസ്ഥ എപ്പോഴേ കഴിഞ്ഞാണ്. എന്നിട്ടും കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ക്ലച്ച് സ്ലിപ്പിംഗ് ആയതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് സ്ലിപ്പായതിൻ്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. ഗ്രിപ്പില്ലാണ്ട് സ്ലിപ്പാവുന്ന ലക്ഷണമാണ് ഇങ്ങനെയുള്ള ആ ഒരു ഗ്ലേസിങ് ഭാഗം കൂടുതലായിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് നോക്കാം. ഈ സൈഡ് നോക്കുമ്പോൾ ഇതിൻ്റെ സ്പ്രിങ്ങിന് ഇളക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇത്രയും ക്ലച്ച് സ്ലിപ്പിംഗ് ആണ് വന്നേക്കുന്നത്. ആ ഗ്ലേസിങ് ഭാഗം ക്ലച്ച് സ്ലിപ്പിംഗ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് കയറ്റം കയറാനുള്ള മടി ഒക്കെ വണ്ടിക്ക് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം. അതുപോലെ ക്ലച്ച് ഹാർഡാവാനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ പൊടി അഴുക്കും കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ക്ലച്ച് ഹാർഡ് വരുന്നത് പ്രഷർ പ്ലേറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും വരാറുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ റിവിറ്റ് പിടിച്ചില്ലെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ ഫുള്ള് പൊടിയാണ് ഈ ക്ലച്ചിൽ കാണുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വേണം. ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും ക്ലച്ച് പിടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിവേറ്റിൽ പിടിച്ചില്ലെന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. അതിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പൊടിയും കാര്യങ്ങളാണ്, ക്ലച്ച് തീർന്നതിൻ്റെ പൊടിയും കാര്യങ്ങളുമാണ് ഈ കാണുന്നത് മൊത്തവും. അതുപോലെ തന്നെ ഈ പ്രഷർ പ്ലേറ്റിൽ സ്ക്രാച്ച് വീണേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്രഷർ പ്ലേറ്റിൽ സ്ക്രാച്ച് വീണേക്കുന്നത്. അതായത് ഡിസ്ക് തേഞ്ഞിട്ട് ആ ഒരു സ്ലിപ്പിങ് വരുന്നതുകൊണ്ടാണ് ഈ കൂടുതലായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് വരുന്നത്. ഇതിൻ്റെ ഫിംഗർ നോക്കാം. ഫിംഗർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും കുഴിഞ്ഞ് തേഞ്ഞിരിക്കുകയാണ്. റിലീസ് ബെയറിങ്ങിൻ്റെ ഭാഗം ഇത്രയും കുഴിഞ്ഞ് നല്ല രീതിയിൽ തേഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് ബ്ലേഡ് പോലെ പ്രഷർ പ്ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ പ്രഷർ പ്ലേറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഗിയർ ബോക്സ് അയച്ച് രാവിലെ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ ഈ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഫുള്ള് പൊടിയാണ് ഈ കാണുന്നത്. ഇതിലെല്ലാം പൊടിയാണ്. അതുപോലെ ഇതിൻ്റെ എൻഡിലോട്ട് നോക്കിയാൽ കട്ടിക്ക് പൊടിയാണ് നിൽക്കുന്നത്. കട്ടിക്ക് പൊടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ക്ലച്ച് ടൈറ്റ് ആവാനുള്ള മെയിൻ കാരണം ഒന്ന് പ്രഷർ പ്ലേറ്റ് കൊണ്ട് വരും. ഈ പൊടി ഇതിനകത്ത് കയറി ഇരുന്നാലും ഫോർക്ക് ഇങ്ങോട്ട് തള്ളാത്ത ഒരു അവസ്ഥ വരും.
അപ്പോൾ ലാസ്റ്റ് എൻഡിലാണ് നമുക്ക് ടൈറ്റ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൊടി ഇപ്പോൾ ഇവിടുന്ന് എടുത്ത് കളഞ്ഞാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ടൈറ്റായിട്ടായിരിക്കും, ഇങ്ങനെ ടൈറ്റായിട്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്, റിവേഴ്സ് പോകാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ റിവേഴ്സ് പോകണം. നമ്മൾ ഒരു വിരൽ കൊണ്ട് തട്ടിയിട്ട് പോലും ഈ റിലീസ് ബെയറിംഗ് അകത്തോട്ട് കയറുന്നില്ല. മറ്റേ ആ ഒരു അഴുക്കോട് കൂടി അകത്തോട്ട് പോകും. ഈ പൊടി പിന്നെയും ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് പിന്നെ ആ പൊടിയിൽ വന്ന് ടൈറ്റ് ആവും. അങ്ങനെ ടൈറ്റ് ആവുന്ന അവസരത്തിൽ നമുക്ക് ക്ലച്ച് ഭയങ്കര രീതിയിൽ ടൈറ്റ് ആയിരിക്കും. ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പൊടി അഴുക്കുമാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലായി. അതുപോലെ തന്നെ വെല്ലോസിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊടി കയറിയിട്ട് ആകെ ഈ സൈഡിലെല്ലാം പൊടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ക്ലച്ചിനൊരു ചെറിയ ടൈറ്റ് വരുമ്പോഴേ നമ്മളിതിൻ്റെ ക്ലച്ച് മാറ്റി വിട്ട് കഴിഞ്ഞാൽ എന്താ മാറ്റി വിട്ടില്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ടൈറ്റ് കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ സിലിണ്ടർ തള്ളിയിട്ട് വണ്ടി വഴി കിടക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ റിലീസ് ബെയറിങ്ങിൻ്റെ ഒച്ചയാണ് ഈ കേക്ക്. നല്ല രീതിയിലുള്ള മൂളിച്ചയും കാര്യങ്ങളും ഈ റിലീസ് ബെയറിങ്ങിന് ഉണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ക്ലച്ച് പ്ലേറ്റ് മാറണം, അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ്, ഇത് മൂന്നും നമുക്ക് മാറ്റി വിടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം ചെയ്യേണ്ടത് നമുക്കിത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഈ ഫുള്ള് പൊടി അഴുക്കും കാര്യങ്ങളും എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് എടുക്കണം. ഇത് ഇങ്ങോട്ട് നമ്മൾ തള്ളുന്ന അവസരത്തിൽ സ്റ്റക്കായിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ എൻഡിൽ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ടൈറ്റാണ്. മീൻസ് ഇവിടെ പൊടി കയറിയിട്ട് അങ്ങ് ജാമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, കുഴഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ കണ്ടോ, ഫുള്ള് കുഴഞ്ഞിരിക്കണം. അപ്പോൾ ഈ കുഴഞ്ഞ് പൊടി കയറിയിട്ട് ഇതിനകത്ത് ഗ്രീസും ചാടിയിട്ടാണ് ഈ കുഴഞ്ഞാകെ കുളമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും സാധനങ്ങൾ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ 4K അഴിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ പുറയിൽ കാണുന്ന പൊടി കണ്ടാലേ മനസ്സിലാവും, നല്ല കട്ടിക്ക് കയറിയിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ നല്ല കട്ടിക്കാണ് പൊടിയിരിക്കുന്നത്, ഫുള്ള് കട്ടിക്ക് പൊടിയിരിക്കുകയാണ്. ഇവിടെ തേഞ്ഞ പാടും കാര്യങ്ങളും ഈ റിലീസ് ബെയറിങ്ങിൽ കാണാനായിട്ട് സാധിക്കും. പൊടി അഴുക്ക് കാര്യങ്ങളൊക്കെ ഈ ഫോർക്കിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ, ഈ കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോർക്ക് ട്രിക്ക് എന്നുള്ള സൗണ്ട് കേൾക്കും. മെയിനായിട്ട് ആ ക്രിക്ക് സൗണ്ട് കേട്ടത് ഇതിനുള്ളിൽ നിന്നാണ് ഈ കേട്ടത്. കാരണം ഇതിനകത്തോട്ട് നമ്മൾ ക്ലച്ച് തീരുന്ന പൊടി ഇതിനകത്ത് കയറും. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഗ്രീസും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങും. പിന്നെ ഇവിടെ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. തുരുമ്പ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മെറ്റൽ ഭാഗമാണ് വരുന്നത്. ഇതൊക്കെ ഇവിടെയൊക്കെ നോക്കിയാലേ മനസ്സിലാവും, ഫുള്ള് കട്ടിക്കാണ് അഴുക്ക് ഇരിക്കുന്നത്. ഫുള്ള് കട്ടിക്ക് പൊടിയാണ്, ക്ലച്ച് തീർന്ന പൊടിയാണ് ഈ കിടക്കുന്നത് മൊത്തം. അപ്പോൾ ഈ ബോളിലാണ് ഈ ക്രിക്ക് എന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. അതായത് ഇത് ഈ ഹോൾ വന്നിട്ട് അതിൽ അറ്റാച്ച് ആകുമ്പോൾ ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഈ പൊടി കയറിയതിനകത്തിരുന്നിട്ട് തുരുമ്പായിട്ട് നേരെ ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് ക്രിക്ക് എന്നുള്ള സൗണ്ട്, ഞെരുക്കുന്ന സൗണ്ട് കേൾക്കും. കൂടാതെ തന്നെ ക്ലച്ച് ടൈറ്റ് മെയിനായിട്ട് വരുന്നത് ഈ റിലീസ് ബെയറിങ്ങിൻ്റെയാണ്. പിന്നെ പ്രഷർ പ്ലേറ്റിൻ്റെയും ടൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പുതിയ പ്രഷർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പഴയ പ്രഷർ പ്ലേറ്റ്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ക്ലച്ച് ഡിസ്ക്. അതാണ് ഇതിൻ്റെ പഴയ ക്ലച്ച് ഡിസ്ക്. റിലീസ് ബെയറിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പഴയ റിലീസ് ബെയറിങ് വരുന്നത്. നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ മൂളിച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റിൻ്റെ ആ റിവിറ്റിൻ്റെ ആ ഒരു കനം നമുക്ക് നോക്കാം. നമ്മളിങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇത്രയ്ക്ക് ആഴം ഇതിൻ്റെ റിവിറ്റിനുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ റിവിറ്റ് പൂർണ്ണമായിട്ടും തേഞ്ഞ് ഏകദേശം മുട്ടിയില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ, പുതിയ ക്ലച്ച് ഡിസ്കിൻ്റെ ആ ഒരു റിവിറ്റിൻ്റെ കനവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടൈറ്റ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ ഭാഗത്തെ ആ ഫോർക്കിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പൊടി അഴുക്കും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് നീക്കി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഭാഗത്തൊക്കെ നല്ല ഫുള്ള് പൊടിയായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടതാണ്. നല്ല രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളായിരുന്നു ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ലൂബ് ചെയ്തിട്ട് വേണം ഫോർക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ വെലോസിൻ്റെ ഭാഗങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല ഫുള്ള് പൊടി അഴുക്കും കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഈ ഫോർക്കിൻ്റെ സ്റ്റഡിയുടെ ഭാഗത്തൊക്കെ ഫുള്ള് അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റിലീസ് ബെയറിങ് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് റിലീസ് ബെയറിങ് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഫോർക്കും അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാലേ മനസ്സിലാവും എന്ത് സിമ്പിളായിട്ടാണ് ഈ റിലീസ് ബെയറിങ്ങിൽ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇത് വർക്കാവും. ജസ്റ്റ് ഒരു കൈ കൊണ്ട് തന്നെ ഇത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും.
നേരത്തെ നമ്മൾ നോക്കുന്നത് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഒരു ഭയങ്കര ടൈറ്റിലാണ് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഫ്രീ ആയിട്ടാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഓവറായിട്ട് ഗ്രീസോ കാര്യങ്ങളോ ഒന്നും തേക്കേണ്ട. അതിന് വേണ്ട ആ ഒരു ഗ്രീസ് മാത്രം തേക്കുക. അതുപോലെ തന്നെ ഈ ഫോർക്കിൻ്റെ സൈഡിലും വേണ്ട ഒരു ഗ്രീസ് മാത്രം തേക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഗിയർ ബോക്സ് അഴിക്കുന്ന സമയത്ത് ഈ വെലോസിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ക്ലച്ച് ഫ്രീ ആവുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ചിന് തേയ്മാനം വരാനുള്ള ചാൻസ്, പുതിയ ക്ലച്ച് തേയ്മാനം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ടൈറ്റ് നല്ല രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ക്ലച്ചിന് ആ ഒരു ഫ്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ക്ലച്ചും കാര്യങ്ങളും ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലച്ച് സെൻറ്ററും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ബോക്സ് കയറ്റി വെക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് ഒന്ന് ചവിട്ടി നോക്കാം. ഇപ്പോൾ വണ്ടിയിൽ ഉള്ളിൽ വന്നിട്ടുണ്ട് ഗിയർ, ബാക്കിയുള്ള ഗിയർ ലിവറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് ഒന്ന് ചവിട്ടി നോക്കാം. നമ്മളിപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന അവസരത്തിൽ നല്ല സിമ്പിളായിട്ടാണ് ക്ലച്ച് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ക്ലച്ച് ഫ്രീ ആയിട്ട് ഫുള്ളായിട്ട് ചവിട്ടാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഒരു ക്രിക്ക് എന്നുള്ള സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഇതിന് ഇല്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ക്ലച്ച് ചവിട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് ഫ്രീ ആണ് ക്ലച്ച് വരുന്നത്. ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇത്രയും വരുമ്പോൾ ടൈറ്റ് കൂടി ഈ എൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ടൈറ്റ് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫ്രീ ആണ് ക്ലച്ചിന് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് അടിയിൽ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് നോക്കാം. നമ്മളിപ്പോൾ ക്ലച്ച് റിലീസ് ബെയറിംഗ് വരുന്ന ഫോർക്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് ഒന്ന് ചവിട്ടി നോക്കാം, ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് ചവിട്ടിക്കുമ്പോൾ അതൊക്കെ ഫുള്ളി ഔട്ട് വിട്ടേ, ചവിട്ടിയേ, വിട്ടേ, പെട്ടെന്ന് ചവിട്ടിയേ, പമ്പ് ചെയ്തേ, ക്ലച്ച് പമ്പ് ചെയ്തേ, ആ ഫുള്ളി ഔട്ടിയേ വിട്ടേ. ഓക്കെ, ഇപ്പോൾ ആ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. നേരത്തെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ക്രിന്നുള്ള ആ ഒരു ഞെരുക്കൻ സൗണ്ട് കേൾക്കാമായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഇതിനകത്തിരുന്ന പൊടിയും കാര്യങ്ങളും ഒക്കെ ക്ലച്ചിൻ്റെ അവസ്ഥയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയുടെ ക്ലച്ച് ടൈറ്റ്, അതുപോലെ തന്നെ പിക്കപ്പ് പ്രോബ്ലം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കി. നമ്മൾ കണ്ടാണ് ആ ക്ലച്ച് അഴിച്ചപ്പോൾ ഉള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഫുള്ള് പൊടി പിടിച്ച് ക്ലച്ച് ഡിസ്കും തീർന്ന്, അതുപോലെ തന്നെ പോയിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ വണ്ടി ഒരു ചെറിയൊരു ക്ലച്ച് ടൈറ്റ് വരുമ്പം തന്നെ കറക്റ്റായിട്ട് തന്നെ ക്ലച്ചിൻ്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ക്ലച്ച് റിലീസ് വരെ ഇത്രയും കാര്യങ്ങൾ മാറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വഴി കിടക്കേണ്ട അവസ്ഥയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ ലോങ് ഒക്കെ പോകുന്ന അവസരമാണ്, ക്ലച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോങ് ഒക്കെ പോകുന്ന ഒരു അവസരമാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു കയറുന്ന ഒരു അവസരത്തിൽ, നല്ലൊരു തേരിയൊക്കെ കയറുന്ന അവസരത്തിൽ ക്ലച്ച് സ്ലിപ്പാകാൻ തുടങ്ങും. കാരണം ഇത് സ്ട്രേറ്റ് റോഡിൽ പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ റേസ് വന്നിട്ട് ക്ലച്ച് പെട്ടെന്ന് വണ്ടി മൂവ് ആവാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കയറ്റമൊക്കെ കയറുമ്പോൾ നമ്മൾ ക്ലച്ചിലോടി ചിലപ്പം ഫുള്ള് വണ്ടി നിറച്ച് ഫുള്ള് ആളൊക്കെ ആയിട്ട് കയറ്റം കയറാൻ പോകുന്ന സമയത്തായിരിക്കും ക്ലച്ച് സ്ലിപ്പിങ്ങും ഒക്കെ വരുന്നത്. അപ്പോൾ വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലച്ച് ഇത്രയും ഹാർഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലേവ് സിലിണ്ടർ ലീക്കാവാൻ തുടങ്ങും. അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ പ്രഷർ കാരണം അത്രയും ലോഡ് വരുമ്പോൾ സ്ലേവ് സിലിണ്ടറും മാസ്റ്റർ സിലിണ്ടറും പോകും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാതിരിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ ടൈറ്റ് വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ക്ലച്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ക്ലച്ച് പ്രഷർ പ്ലേറ്റ് റിലീസ് ബെയറിംഗ് കാര്യങ്ങളൊക്കെ മാറ്റി വിട്ട് കഴിഞ്ഞാൽ വണ്ടി വഴി കിടക്കുന്ന അവസ്ഥ, വഴി കിടക്കാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയുടെ ക്ലച്ച് ടൈറ്റ്, അതുപോലെ തന്നെ പിക്കപ്പിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.